ഇത് അവിടുന്ന് രാവിലെ പെട്ടെന്ന് വേദന വന്ന് അപ്പൊ തന്നെ വേഗം പ്രസവം കഴിഞ്ഞു. 11 പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പിന്നെ എന്ത് ചെയ്ത് നമ്മൾ തന്നെ കട്ട് ചെയ്ത് നമ്മൾ തന്നെ ബാക്കി ഇതൊക്കെ ചെയ്തു. പിന്നെ ഞാൻ തന്നെയാണ് കട്ട് ചെയ്തിരുന്നത്. അപ്പൊ പിന്നെ ഞാൻ ഒരു ഇത് പഠിച്ചതായിരുന്നു പഠിച്ചോണ്ട് തന്നെ എനിക്ക് ഏകദേശം അറിയാം എന്താ സംഭവം എങ്ങനെയാന്നുള്ളത്. നിങ്ങളുടെ ഭാര്യയുടെ പ്രസവം നിങ്ങൾ തന്നെ എടുത്തു? അതെ അതെ. അപ്പൊ ഈ കട്ടിംഗ് ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ ചെയ്തത്? കട്ടിങ് ജസ്റ്റ് ബ്ലേഡ് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തു. അത് എന്തെങ്കിലും ആയിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇല്ല, അത് നല്ല നോർമൽ ബ്ലേഡ് വെച്ചിട്ട് തന്നെ ചെയ്തത്. ഇവിടുന്ന് ആള് വന്നിട്ട് ഡോക്ടേഴ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തതാ. ഓരെന്നെ കൺഫേം ചെയ്തു സ്റ്റിച്ചും കാര്യങ്ങളും. ഒരു സ്റ്റിച്ച് ഇല്ലാണ്ട് എങ്ങനെ കുട്ടിയെ അല്ല, നിങ്ങൾ ശരിക്കും ഈ നിങ്ങളുടെ ഭാര്യ പ്രസവിക്കാൻ നിൽക്കുന്ന സമയത്ത് ശരിക്കും പൂർണ്ണ ധൈര്യത്തിലാണ്. അതെ. അക്യുപഞ്ചർ ഒക്കെ പഠിച്ചുകൊണ്ട് അക്യുപഞ്ചർ ശരിക്കും പഠിപ്പിക്കുന്നുണ്ടോ? അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ഒരു പ്രസവം സപ്പോസ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അത് കൈകാര്യം ചെയ്യണം എന്നുള്ളത്. പക്ഷേ അഥവാ എന്തെങ്കിലും പ്രശ്നം വന്ന് സിറ്റുവേഷൻ മോശം വന്നു കഴിഞ്ഞാൽ വല്ല ശ്വാസം കിട്ടാത്ത പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കുട്ടി പ്രസവിച്ചതിന് ശേഷം നമുക്കൊന്നും ആക്കാമല്ലോ. നിങ്ങൾ കട്ട് ചെയ്യാനുള്ള സജ്ജീകരണങ്ങളൊക്കെ റെഡിയാണ്? ഇല്ല, അപ്പൊ ഞാൻ പോയിട്ട് സാധനം വാങ്ങിച്ച ബ്ലേഡ് കാര്യങ്ങൾ അപ്പൊ പോയി വാങ്ങിച്ചു. കുറച്ച് കഴിഞ്ഞിട്ടാണ് കട്ട് ചെയ്തത്. അപ്പൊ തന്നെ കട്ട് ചെയ്തില്ല. കുറച്ച് കഴിഞ്ഞ് വന്ന് കട്ട് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ തന്നെ പ്ലാസന്റയും വന്നു. പിന്നെ പ്ലാസന്റെ അവിടെ തന്നെ ഒഴിവാക്കി. പിന്നെ ഞാനിപ്പോ വേറെ ഒന്നും എനിക്ക് കാണിക്കാനില്ല. ഇപ്പൊ ഇത് എടുത്തത് ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ പ്രസവിക്കുന്നത്. പിന്നെ ഞാൻ വീഡിയോ എടുത്തുണ്ടോ? ഉണ്ട്, പക്ഷെ എനിക്കതൊക്കെ വേറെ കാണിക്കാൻ പറ്റില്ലല്ലോ. അത് എന്തിനാണ് വീഡിയോ എടുത്ത് വെച്ചത്? സാധാരണ വൈഫ് തന്നെ പറഞ്ഞത്. സാധാരണ ചെയ്യാത്താണ് വൈഫ് തന്നെ പറഞ്ഞതാണ്. നമസ്കാരം. വളരെ ഞെട്ടിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഭാര്യയുടെ പ്രസവം ഭർത്താവ് എടുത്തു എന്നുള്ള ഒരു വാർത്തയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആരുടെയും സഹായമില്ലാതെ ഭർത്താവ് തന്നെ പ്രസവം എടുത്തു എന്നുള്ളതാണ്. കോഴിക്കോട് സ്വദേശിയാണ് ഇദ്ദേഹം. നുഷാക്ക പറയാം. അപ്പൊ ഇതില് പിന്നെ ഈ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഈ കുട്ടിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തത് കൊണ്ട് ഈ യുവതി മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകി. അപ്പോൾ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ വിഷയങ്ങൾ അറിയുന്നത്. ഉദ്യോഗസ്ഥരോട് ചോദിച്ച സമയത്ത് അവരുടെ ഭാഗം ന്യായമുണ്ട്, ഇവരോട് ഈ ഫാമിലിനോട് ചോദിച്ച സമയത്ത് അവരുടെ ഭാഗത്ത് ന്യായമുണ്ട്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഇന്നലെ ഞങ്ങൾ എടുത്തു വെച്ചായിരുന്നു. അതിന് മുന്നോടിയായിട്ടാണ് ഈ ഒരു ഇൻട്രോ കൊടുക്കുന്നത്. ഈ ഒരു വിഷയം ഞങ്ങൾ അറിഞ്ഞപ്പോ ഞങ്ങൾ എന്താണ് പ്രതികരിക്കേണ്ടത് എന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥ. എന്തെന്നാലും അതില്ല, കുട്ടിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള അർഹത ഉണ്ട്. അത് ആ കുട്ടിക്ക് കിട്ടണം. തീർച്ചയായും. അപ്പോ ഞങ്ങൾ ഇന്നലെ എടുത്ത വീഡിയോയുടെ ഭാഗങ്ങളാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമസ്കാരം. നമുക്കൊക്കെ സർട്ടിഫിക്കറ്റുകൾ വേണം. അതായത് ഭൂമിയിൽ ജനിച്ചിരിക്കുന്നു എന്നുള്ളതിൽ തെളിവ് വേണം ശരിക്കും. അപ്പോൾ അത് കിട്ടാതെ സ്വന്തം കുട്ടിക്ക് വേണ്ടി സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറഞ്ഞ് നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പേരെന്താണ്? എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഇപ്പം എനിക്ക് കുട്ടി ഉണ്ടായത് നവംബർ 2-നാണ് കുട്ടി ഉണ്ടായത്. അത് അന്ന് ഉണ്ടായ രാവിലെ 11 മണിക്ക് ഉണ്ടായ ഒരു 2 മണിക്കുള്ളിൽ തന്നെ ഞാൻ KSmartൽ രജിസ്റ്റർ ചെയ്ത് ബർത്ത് സർട്ടിഫിക്കറ്റ്. അത് രജിസ്റ്റർ ചെയ്തിട്ട് ഇത്ര കാലമായിട്ടും ഇതിപ്പം ഈ ഒരു സമയമായിട്ട് പോലും ബർത്ത് സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞാൽ ചോര് കണ്ടിട്ടില്ല എന്നുള്ളൊരു വാദമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കാണാൻ പറ്റില്ല. ഒരു വരുന്ന ഒരു കണ്ടിട്ടില്ല, കാണാത്തോണ്ട് ഒരു അംഗീകരിക്കില്ല. ശരി, അത് പറഞ്ഞിട്ടാണ് അവരെന്ത്. അതിന്റെ കാരണങ്ങൾ എന്താണ് പറയുക? കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താണ് കണ്ടിട്ടില്ല എന്നുള്ള പറയുന്നതിന്റെ കാരണം? അവര് പറയുന്നത് ഞങ്ങൾ അടുത്തുള്ള സ്ഥലത്തൊക്കെ അന്വേഷിച്ചതാണ്. പക്ഷെ ഞങ്ങൾ അടുത്തുള്ള നമ്മളെ തൊട്ടടുത്ത് ഉള്ള ആൾക്കാർ, നമ്മൾ ഒന്നാം അവിടെ ഫ്രണ്ട് ആണ് വരുന്നത്. അപ്പൊ തൊട്ടടുത്തുള്ള 2 വീട് ഉണ്ട്. അവരെ അന്വേഷിച്ചിട്ടില്ല. അവരന്വേഷിച്ച് നമുക്ക് പോലും അറിയാത്ത ഏതൊക്കെ ആൾക്കാരാണ്. നമ്മൾ പേര് വെച്ചപ്പോൾ നമ്മൾ പോലും കേട്ടിട്ടും കൂടി ഇല്ല. അവർ പറഞ്ഞാൽ അവരോട് അന്വേഷിച്ച് ഇല്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ പേരിൽ നമുക്ക് തരാണ്ടിരിക്കുമ്പോൾ അത് ഈ നിങ്ങളുടെ ഭാര്യ ഇപ്പൊ അത് അവരങ്ങനെ പറയുമ്പോൾ അങ്ങനെ റിപ്പോർട്ട് കൊടുത്തത് ശരിക്കും ഒരു ഗൂഢാലോചന ഉണ്ടോ ഇതില്? തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാല് ആദ്യം നമുക്ക് മറ്റേ ആശാവർക്കറാ വന്നത്. ആശാവർക്കർ വന്നിട്ട് അവര് ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. 9-10 മാസം പ്രഗ്നന്റ് ആയ വീട്ടിൽ ഇതുവരെ വന്നിട്ടില്ല അവര്. പക്ഷെ അവര് അവിടെ പോയിട്ട് ഹെൽത്ത് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ ഹെൽത്ത്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളെ ഭാര്യ പ്രസവിച്ചു, ഡേറ്റ് പറഞ്ഞായിരുന്നോ? പ്രസവിക്കുന്നതിന്റെ ഡേറ്റ് പറഞ്ഞായിരുന്നു. അപ്പൊ നിങ്ങൾ ഡേറ്റ് പറഞ്ഞ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആശുപത്രി കാണിച്ചിട്ടുണ്ടായിരുന്നോ? ആശുപത്രി ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ശരി, അവിടുന്ന് എന്താണ് പറഞ്ഞത്? അവിടുന്ന് നമുക്ക് ഡേറ്റ് 2-ാം തീയതി തന്നിരുന്നു. ശരി. പക്ഷേ 2-ാം തീയതിയാണ് പ്രസവിച്ചത്. ആ സമയത്ത് നിങ്ങൾ പ്രസവ സമയം എന്നാണ് പ്രസവ സമയം പറഞ്ഞിരുന്നത്? പ്രസവം 2-ാം തീയതി പറഞ്ഞു. 2-ാം തീയതി ഏത് മാസം? നവംബർ 2-ാം തീയതി പറഞ്ഞു. നവംബർ 2-ാം തീയതി പ്രസവ ദിവസം പറഞ്ഞു.
അന്നേ ദിവസം ആശുപത്രി കൊണ്ടുപോയോ? ഇല്ല, അതിനു മുമ്പ് തന്നെ പ്രസവിച്ച്, രാവിലെ പ്രസവിച്ച്. അത് ആരാണ് ശരിക്കും നമ്മൾ പ്രസവം എങ്ങനെയാണ് ശരിക്കും പ്രസവിച്ചത്? അതിന്റെ കൺഫ്യൂഷനിലായിരിക്കുമല്ലോ ശരിക്കും അവർ പേപ്പർ തരാതെ. അതൊന്ന് പറയാം. ഇത് അവിടുന്ന് രാവിലെ പെട്ടെന്ന് വേദന വന്ന് അപ്പൊ തന്നെ വേഗം പ്രസവം കഴിഞ്ഞു. അപ്പൊ അങ്ങനെ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പിന്നെ എന്ത് ചെയ്ത് നമ്മൾ തന്നെ കട്ട് ചെയ്ത് നമ്മൾ തന്നെ ബാക്കി ഇതൊക്കെ ചെയ്തു. പിന്നെ ഞാൻ തന്നെയാണ് കട്ട് ചെയ്തത്. അപ്പൊ പിന്നെ ഞാൻ ഒരു ഇതിപ്പോ പഠിച്ചതായിരുന്നു അക്യുപഞ്ചറിന്റെ പഠിച്ചോണ്ട് തന്നെ എനിക്ക് ഏകദേശം അറിയാം എന്താ സംഭവം എങ്ങനെയാന്നുള്ളത്. അപ്പം അതിന്റെ ഇതിൽ ഇത് കട്ട് ചെയ്തു മാറ്റി വെച്ചപ്പം എന്റെ ഉമ്മക്ക് ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അവരൊക്കെ ബാക്കിയുള്ള കുട്ടീനെ. നിങ്ങളുടെ ഭാര്യയുടെ പ്രസവം നിങ്ങൾ തന്നെ എടുത്തു? അതെ. അപ്പൊ ഈ കട്ടിംഗ് ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ ചെയ്തത്? കട്ടിങ് ജസ്റ്റ് ബ്ലേഡ് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തു. അത് എന്തെങ്കിലും ആയിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇല്ല, അത് നല്ല നോർമൽ ബ്ലേഡ് വെച്ചിട്ട് തന്നെ ചെയ്തത്. അപ്പം പണ്ട് കാലത്തൊക്കെ സ്റ്റിച്ചൊക്കെ അപ്പൊ എന്ത് ചെയ്തു? സ്റ്റിച്ചൊന്നും ഇല്ല, ഒരു സ്റ്റിച്ചും ഇല്ല. കാരണം നോർമലായിട്ട് ഒരു ആള് കുട്ടി ഭൂമിയിലേക്ക് എങ്ങനെ വരുന്നത് അതേപോലെ വന്നു. ഒരു സ്റ്റിച്ചും കാര്യങ്ങളൊന്നും ഇല്ല. അതിപ്പോ അത് ഇവിടുന്ന് എത്തുന്ന ആള് വന്നിട്ട് ഡോക്ടേഴ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തതാ. ഓരെന്നെ കൺഫേം ചെയ്ത സ്റ്റിച്ചും കാര്യങ്ങളും. ഒരു സ്റ്റിച്ച് ഇല്ലാണ്ട് എങ്ങനെ കുട്ടി അയച്ചു? അപ്പൊ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. സ്റ്റിച്ചിന് ഭാഗം നിങ്ങൾ ശരിക്കും അത് വലിയൊരു അറിവാണ്. ശരിക്കും ഒരാളെ കൊണ്ട് ചെയ്യാൻ കഴിയാതെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ പറയുന്നത് സ്റ്റിച്ച് നിങ്ങൾ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തു? ഒന്നും ചെയ്തില്ല, ഞാനൊന്നും ചെയ്തില്ല. അത് കുട്ടി പുറത്തേക്ക് വന്നതിന് ശേഷം ആ പൊക്കിൾ കൊടി മാത്രമേ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളൂ, വേറൊന്നും ഞാൻ കട്ട് ചെയ്തില്ല. അത് അവർ ചെക്ക് ചെയ്തിട്ട് അതായത് അവിടുന്ന് ഹെൽത്ത് നിന്ന് ആള് വന്ന് ഡോക്ടറും നഴ്സുമാരൊക്കെ വന്ന് അവര് ചെക്ക് ചെയ്യാൻ ഇതാക്കാൻ വേണ്ടില്ല, ചെക്ക് ചെയ്യാണ്ട് വെച്ചിട്ട് അന്ന്. അപ്പൊ അവര് ചെക്ക് ചെയ്ത് ഒരു തന്നെ പറഞ്ഞു സ്റ്റിച്ചിങ് ഒന്നും കാണുന്നില്ലല്ലോ, ആദ്യത്തെ പ്രസവമാണ്. ഒരു ആദ്യത്തെ പ്രസവം സ്റ്റിച്ച് ഇല്ലാണ്ട് എങ്ങനെ ആദ്യത്തെ പ്രസവം എന്നോട് ചോദിക്കും. ഞാനിപ്പോ അവർക്ക് എന്താ മറുപടി കൊടുക്കാൻ? നിങ്ങൾ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തു? ഇല്ല, സ്റ്റിച്ച് ഇതില് അല്ല ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ സാധാരണ ശരിക്കും പ്രസവം സമയത്ത് ശരിക്കും പുറത്തു വരുന്ന സമയത്ത് ശരിക്കും ചെറിയ കട്ടിങ് ആവശ്യമാണ് എല്ലാവർക്കും. സാധാരണ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ അല്ല, നിങ്ങൾ ശരിക്കും ഈ നിങ്ങളുടെ ഭാര്യ പ്രസവിക്കാൻ നിൽക്കുന്ന സമയത്ത് ശരിക്കും പൂർണ്ണ ധൈര്യത്തിലാണ്. അക്യുപഞ്ചറൊക്കെ പഠിച്ചുകൊണ്ട് അക്യുപഞ്ചർ ശരിക്കും പഠിപ്പിക്കുന്നുണ്ടോ? അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ഒരു പ്രസവം സപ്പോസ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അത് കൈകാര്യം ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തരുന്നുണ്ട്. നോർമലായിട്ട് പെട്ടെന്ന് നമുക്കൊരു അവസ്ഥയിൽ ഒരു പ്രസവിച്ച് കഴിയുമ്പോണ്ടെങ്കിൽ നമ്മളത് കൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പക്ഷെ അഥവാ എന്തെങ്കിലും പ്രശ്നം വന്ന് സിറ്റുവേഷൻ മോശം വന്നു കഴിഞ്ഞാൽ വല്ല ശ്വാസം കിട്ടാത്ത പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കുട്ടി പ്രസവിച്ചതിന് ശേഷം നമുക്കൊന്നും ആക്കാനില്ലല്ലോ. കാരണം ശ്വാസം കിട്ടാത്ത അവസ്ഥ കുറെ നേരം നിൽക്കുമ്പോഴാണ് ആ ഒരു അവസ്ഥ നിങ്ങൾ പറഞ്ഞത്. ഈ അവസ്ഥക്കൊന്നും സമയം കിട്ടില്ല. അതിപ്പോ തന്നെ കുട്ടി വേദന വന്ന് കുട്ടി വരുന്നു. അപ്പൊ പിന്നെ ഒന്നും ചെയ്യാനില്ല, പിന്നെ കട്ട് ചെയ്യാൻ. നിങ്ങൾ കട്ട് ചെയ്യാനുള്ള സജ്ജീകരണമൊക്കെ റെഡിയാണ്? ഇല്ല, അപ്പൊ ഞാൻ പോയിട്ട് സാധനം വാങ്ങിച്ച ബ്ലേഡ് കാര്യങ്ങൾ അപ്പൊ പോയി വാങ്ങിച്ചു. കുട്ടി വന്നതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കട്ട് ചെയ്തത്. അപ്പൊ തന്നെ കട്ട് ചെയ്തില്ല, കുറച്ച് കഴിഞ്ഞ് വന്ന് കട്ട് ചെയ്ത്. പിന്നെ അത് കഴിഞ്ഞിപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ തന്നെ പ്ലാസന്റെയും വന്നു. പിന്നെ പ്ലാസന്റെ അവിടെ തന്നെ ഒഴിവാക്കി. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ശരിക്കും ഇവർക്ക് സംശയം വന്നത് എന്താ സംഭവം. എന്താ സംഭവം ഇവിടുന്ന് ഒരു ചോദിക്കുന്ന വെച്ചാല് നിങ്ങൾ വേറെ എവിടെയും പോയിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? അങ്ങനെ ഇപ്പൊ ആരും കൊടുക്കും. ഈ ചെറിയ പൈതലിന് 2 ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എനിക്ക് വന്നിട്ടാണ്. അതിപ്പോ അവർക്ക് മനസ്സിലായില്ലല്ലോ. ഒരു അതേ ചോദ്യം തന്നെ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഇതുകൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്യാനാണോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ. അല്ല, അവരുടെ ഭാഗത്ത് ശരിക്കും സംശയങ്ങൾ ഉണ്ടാവാം. നമ്മളിപ്പോ 2 ഭാഗം സംസാരിക്കണം. നിങ്ങളുടെ ഭാഗം സംസാരിക്കണം, അവരുടെ ഭാഗം സംസാരിക്കണം. അവരുടെ ഭാഗത്ത് ചിലപ്പം എന്തുണ്ടാവും, സംശയങ്ങളുണ്ടാവും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇത് സിറ്റുവേഷൻ എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും അവരുണ്ടാവാം. അതായത് ഹോസ്പിറ്റലിൽ സ്ഥിരീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന പോലെ ഈ പഴയ കാലത്ത് വയറ്റാട്ടികൾ ഉണ്ടാവും, അവരില്ല. നിങ്ങൾ തന്നെ സ്വയം ലെവലിലേക്ക് ധൈര്യസമേതം നിങ്ങൾ മദർ ഉണ്ടായിരുന്നു അല്ലേ? നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനിക്കാൻ കാരണം? കുട്ടി ആ ഒരു സമയത്ത് നടക്കാൻ കഴിയുന്നില്ല. മുകളിൽ ചെയ്യുന്നുണ്ടായിരുന്നു വീട്ടില്. സ്റ്റെപ്പ് ഇറങ്ങി പോകാൻ പറ്റിയൊരു മാനസികാവസ്ഥ അല്ലായിരുന്നു. തീരെ അനങ്ങാൻ പറ്റില്ല, ഇങ്ങനെ സ്റ്റെക്കായിട്ട് തന്നെ നിൽക്കുന്നത്. അപ്പൊ പിന്നെ അവിടെ നിൽക്കാന്നുള്ളൊരു ഇതായിരുന്നു ഞാൻ അപ്പം എടുത്ത്. അപ്പം അപ്പൊ തന്നെ പ്രസവിക്കുകയും ചെയ്തു. പ്രസവിച്ചതിന് പിന്നെ കട്ട് ചെയ്ത് ഇതാക്കി. കാരണം അതുവരെ ഞാൻ കാണിച്ച ഡോക്ടറെ ഹോസ്പിറ്റലിൽ കാണിച്ചതിന്റെ സ്കാനിങ് റിപ്പോർട്ട് എല്ലാം ഞാൻ ഇവർക്ക് ഒക്കെ ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തിരുന്നു. പക്ഷെ അതൊന്നും അവർക്ക് ഇതൊന്നും അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അവർക്ക്. പിന്നെ ഞാനിപ്പം വേറെ ഒന്നും എനിക്ക് കാണിക്കാൻ കഴിയില്ല. ഇപ്പൊ ഇത് എടുത്തത് ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ പ്രസവിക്കുന്നത്. പിന്നെ ഞാൻ പ്രസവിച്ചത് വീഡിയോ എടുത്തുണ്ടോ? ഉണ്ട്, പക്ഷെ എനിക്കതൊക്കെ വേറെ കാണിക്കാൻ പറ്റില്ലല്ലോ. അത് എന്തിനാണ് വീഡിയോ എടുത്ത് വെച്ചത്? സാധാരണ വൈഫ് തന്നെ പറഞ്ഞത്. സാധാരണ ചെയ്യാത്താണ് വൈഫ് തന്നെ പറഞ്ഞതാണ്, എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾ രണ്ടുപേരും സമ്മതത്തോടെയാണ് ഈ കട്ട് ചെയ്ത്? അതെ. ഇങ്ങനെ കുട്ടിക്കൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടായി. ഇപ്പൊ സാധാരണ നിങ്ങൾ എങ്ങനെയാണ് ഈ കുട്ടീനെ പൊക്കിൾ കൊടിയൊക്കെ കട്ട് ചെയ്യുന്നത് നിങ്ങൾ പറയുന്നത്? ഞാൻ എന്റെ ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ്. പൊക്കിൾ കൊടി കട്ട് ചെയ്തു അല്ലെ, അത്രയും സംഭവം. അത് എങ്ങനെ, എന്ത് ധൈര്യത്തിലാണ് കട്ട് ചെയ്തത്? അതേ പറഞ്ഞ ഞാൻ ഓൾറെഡി അതിനെപ്പറ്റി അറിവുണ്ടായിരുന്നു. പൊക്കിൾ കൊടി കട്ട് ചെയ്ത്. അപ്പൊ സാധാരണ നമ്മളൊക്കെ എന്റെയൊക്കെ പണ്ടത്തെ അറിവ് വെച്ചാൽ പൊക്കിൾ കൊടി കട്ട് ചെയ്യുമ്പോൾ ഇത് ബ്ലേഡിങ് വന്നിട്ട് ഭയങ്കര ഇതായിട്ടുള്ളത്.
പക്ഷെ അതൊന്നും ഉണ്ടാവില്ല എന്നുള്ള ആദ്യം തന്നെ ഒരു അറിവുണ്ടായിരുന്നു. സംഗതി അത്രേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് ഒരു പൊടി വന്ന് ബ്ലീഡിങ്, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു അവിടെ, അത് വെച്ചിട്ട് അവിടെ വെച്ച് വേറെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്ലാസിൻ്റെ ഞാൻ എടുത്ത് കുഴിച്ചിട്ട് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എപ്പോഴും വൈഫിന് ഒരു പ്രശ്നമൊന്നുമില്ല. വൈഫ് ക്ലാസ്സിനും കാര്യങ്ങളൊക്കെ പോകുന്നതാണ്, ഒരു പ്രശ്നമൊന്നുമില്ല. അല്ല, പ്രശ്നങ്ങളുണ്ട് എന്നല്ല പറയാം, ബൈ ചാൻസ് അതിൽ സംഭവിച്ചാൽ എന്ത് ചെയ്യുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞ അപ്പുള്ള ഒരു പെട്ടെന്ന് ഇതിലാണ് ഞങ്ങൾ പോയത്. ഇനിയിപ്പം പെട്ടെന്ന് ബൈ ചാൻസ് സംഭവിച്ചാൽ നമുക്ക് തൊട്ടടുത്താണ് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇക്ര ഹോസ്പിറ്റലും പിന്നെ ഒരുപാട് ബേബിയൊക്കെ അതിൻ്റെ ഞാൻ കോട്ടൂലാണ്, അപ്പോൾ തൊട്ടടുത്താണ് ഹോസ്പിറ്റൽ. അപ്പോൾ അത് നമുക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ട്. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ കൊണ്ടുപോകാൻ പറ്റിയൊരു അവസ്ഥ അല്ലേ ഇത്. കാരണം അത് എനിക്കും വൈഫിനും നല്ലതായിട്ട് അറിയുന്നതുകൊണ്ട് വൈഫിന് നടക്കാൻ പറ്റാത്തൊരവസ്ഥയും സ്റ്റെക്കായി നിൽക്കുന്നൊരവസ്ഥയും. അപ്പം അത് പറഞ്ഞു കൊടുക്കല് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല ആ സമയത്ത് ഉണ്ടായത്. തീർച്ചയായും നിങ്ങൾക്ക് നീതി ലഭിക്കേണ്ടത് തന്നെയാണ്. അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റും ലഭിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ആവശ്യം അല്ലേ? മനുഷ്യാവകാശ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആർക്കെതിരെയാണ് കേസ് ഫയൽ ചെയ്തത്? അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ട്, സുമ. ശരി, അവർക്ക് എതിരാണ് മെയിൻ ആയിട്ട് പറഞ്ഞത്, അവരും ആശാവർക്കും. കാരണം ഇവര് എന്തൊക്കെ തെളിവുകൾ കാണിച്ചിട്ട് ഇവർക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയായിരുന്നു. പിന്നെ ഒരാവിടെ ചെന്നിട്ട് നമ്മളെ അടുത്ത് മെക്കെട്ട് എന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇതിൽ ചെറിയൊരു കൺഫ്യൂഷനോട് ബാക്കി നിൽപ്പുണ്ടായിരിക്കട്ടെ. അതായത് നിങ്ങൾ പ്രസവ സമയത്ത് ശരിക്കും സ്വാഭാവികമായിട്ട് ഹോസ്പിറ്റലിൽ നിന്നല്ല എവിടെ നിന്നാണെങ്കിലും സ്മൂത്ത് ആയിട്ടില്ല, പഴയ കാലങ്ങളല്ല ഇപ്പോൾ. അതായത് ഒരു പ്രസവം, ഫസ്റ്റ് പ്രസവമാണ് നിങ്ങളുടെ വൈഫിന് ഉണ്ടായത്. ഫസ്റ്റ് പ്രസവത്തിൽ എന്തായാലും കട്ടിങ് അത്യാവശ്യമായിരിക്കും, പഴയ കാലത്തൊക്കെ അറിയുണ്ടാവും. അപ്പൊ അത് അത്തരം ഒരു സംഭവം ചെയ്തിട്ടുണ്ട് എന്നുള്ള വല്ല തെളിവുകളുണ്ട്. അതായത് കാര്യം എന്താ വെച്ചാൽ ഇത് ചെയ്യാതെ പോരില്ല. നിങ്ങൾ ഈ സംഭവം സംസാരിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത്, ഇത് ശരിക്കും നിങ്ങൾ ഫസ്റ്റ് പ്രസവമാണ്. അപ്പൊ ആ പ്രസവത്തിന് ശരിക്കും എന്തായാലും കട്ട് ചെയ്യണം എന്നുള്ളതാണ്. അതിന് നിങ്ങൾ ഒരു അറിവ്, അത് അല്ല അറിവല്ല, സ്വാഭാവികമായിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കട്ട് ചെയ്താൽ മാത്രമേ കാര്യം വെച്ചാൽ അത് അത്രയും സ്പേസ് ഉണ്ടാവില്ല വരാൻ. പഴയ കാലത്ത് എന്ന് പറയുന്നത് ഈ വല്ലാത്ത രീതിയിലേക്ക് ഭയങ്കരമായിട്ട് നല്ല രീതിയിലേക്ക് കഷ്ടപ്പെടുന്ന ആളുകളാണ്, പാടത്തും പറമ്പിലൊക്കെ പണിയെടുക്കുന്ന ആളുകളാണ്. അപ്പൊ ഇത് ശരിക്കും വരുന്ന സമയത്ത് ബ്ലോക്കായി നിൽക്കാൻ സാധ്യത വളരെ കൂടുതൽ. ആ സമയത്ത് കട്ടിങ് മസ്റ്റാണ്. അതിപ്പോൾ ഹോസ്പിറ്റലാവട്ടെ, നിങ്ങളാവട്ടെ, ആരാണ് കട്ട് ചെയ്യണം, അതൊക്കെ അവിടെ മാറിയിരിക്കട്ടെ. അതിൽ വലിയൊരു അപകടം കൂടെ പതുങ്ങിയിട്ടുണ്ട്. കാര്യം എന്താ വെച്ചാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കൈവിട്ടു പോകും, അത് 100% ഉറപ്പ് കാര്യം. ഇപ്പൊ എന്തായാലും നമുക്ക് ഈ നൗഷാദ് സംസാരിക്കാനുണ്ട്. അതിനപ്പുറത്തേക്ക് ഇവരുടെ കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് എന്തായാലും എന്ത് ചെയ്യണം, ഇഷ്യൂ ചെയ്യണം അല്ലെ? കാര്യം അത് ഒരാളുടെ അവകാശമാണ്. അതിനപ്പുറത്തേക്ക് നിയമപോരാട്ടം നടത്തും എന്ന് തന്നെയാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? അപ്പൊ എന്തായാലും അവകാശമാണ് അവരുടെ. അപ്പൊ എന്തായാലും നിർത്തുകയാണ്.